കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജാലങ്കാരം 4 മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അതാ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. ആ ശോഭയിൽ ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ കൂടുതൽ കൂടുതൽ ഭംഗിയുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ടാണ് ഇന്ന് ഞൊറിഞ്ഞൊടുത്തിരിക്കുന്നത്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണക്കിരീടം ചാർത്തിയ കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ഒരു വനമാല നന്ദ്യാർവട്ടം പൂവുകൾ കൊണ്ട് മാത്രം ഉള്ളതാണ്. അതാണ് ആദ്യം ചാർത്തിയത്. രണ്ടാമത് തെച്ചി, തുളസി, താമര എന്നിവ ഇടകലർത്തിയും കൊണ്ടുള്ള ഒരു മാല. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏതൊരു ഭക്തനും ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ആനന്ദത്തിൽ ആറാടുന്നുള്ള കാര്യം ഉറപ്പാണ്. നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട് ഭക്തജനങ്ങളെല്ലാവരും നാരായണ നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെയൊക്കെ അനുഗ്രഹിക്കും. ആ പൊന്നുണ്ണിക്കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിക്കാലോ. എന്നിട്ട് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിക്കാം. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപത എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ടു ഞൊറിഞ്ഞുടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയുമായി പിടിച്ചു നിൽക്കുന്ന സർവാഭരണ വിഭൂഷിതനായ ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ. ഒരു നിമിഷം കണ്ണടയ്ക്കുക. ഭഗവാൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇതാ വരുന്നു. ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. സ്നേഹത്തോടുകൂടി ആ കണ്ണനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കണ്ണൻ നമ്മുടെ അടുത്ത് വരും, വരാതിരിക്കില്ല, അതുറപ്പാണ്. അപ്പോൾ എല്ലാവരും ആ നാമം ചൊല്ലല്ലേ. നാരായണ 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 നാരായണ. യാതൊരു സങ്കോചവും കൂടാതെ സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ. നാരായണ നാരായണ നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും എപ്പോഴും ജപിച്ചോളൂ. നിത്യവും ഉപാസനയായി ചെല്ലുക. നിത്യ ഉപാസന കൂടുതൽ കൂടുതൽ നമുക്ക് കുടുംബ ഭദ്രതയും ശ്രേയസ്സും എല്ലാം ഉണ്ടാക്കി തരുന്നതാണ്. ഋഷീശ്വരന്മാർ കൈമാറി തന്ന ഈ അമൂല്യ നിധിയാണ് ഈ നാമത്രയ മന്ത്രം. ഇത് ജപിക്കാം. ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ ഉണ്ടാകും. കലികാലത്ത് തൻ്റെ ഭക്തന്മാർക്ക് ജപിക്കുവാൻ വേണ്ടി ഗുരുവായൂരപ്പൻ ഉപദേശിച്ച് മഹർഷിമാർ നമുക്ക് കൈമാറി തന്ന മന്ത്രമാണിത്. അതുകൊണ്ട് എല്ലാവരും ഈ നാമത്രയ മന്ത്രം ജപിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ